പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സൊക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി. ഈ ചികിത്സ കൃത്യമായ ക്രമത്തിൽ കൊടുത്താൽ മോശ സ്വഭാവമാണെങ്കിൽ പോലും അതിൽ നല്ലൊരു ശതമാനത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ആ അവസരം നഷ്ടമായി പോകും. അപ്പൊ ആ ഒരു ഘട്ടത്തിൽ രേണുസുതി സോഷ്യൽ മീഡിയയിൽ മുമ്പ് എങ്ങനെയാണോ സജീവമായിട്ട് നിൽക്കുന്നത് അതുപോലെ തന്നെ ഇതുപോലൊരു ക്യാൻസർ രോഗത്തെ സർവൈവ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി. ചിലപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് പറയാം ഇത് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് നിങ്ങൾക്ക് എടുത്തുകൂടെന്ന്. പക്ഷേ രേണുവിന്റെ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നെഗറ്റീവായിട്ട് എടുക്കാനേ കഴിയും. കാരണം ഇങ്ങനെ സർവൈവ് ചെയ്യുമ്പോഴത്തേന് കൂടുതലും മാനസികമായിട്ട് സന്തോഷം ആഗ്രഹിക്കുമല്ലോ. അപ്പോൾ ഇതുപോലുള്ള കമന്റ് ബോക്സിൽ നെഗറ്റിവിറ്റി വരാൻ വേണ്ടിയിട്ട് പല നെഗറ്റീവ് കാര്യങ്ങൾ എടുത്ത് പുറത്തോട്ട് വിടുന്ന നെഗറ്റീവ് രീതിയിലുള്ള പല വീഡിയോസ് ചെയ്യുമ്പോഴത്തേക്കും എന്താ ഒബ്വിയസ്ലി അവിടെ നെഗറ്റീവ് വരും. ആ നെഗറ്റീവുകൾ കാണുകയോ കേൾക്കുകയോ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലൊരു ക്യാൻസർ സിറ്റുവേഷൻ സർവൈവ് ചെയ്യുന്ന അവരെ കൊണ്ട് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പക്ഷേ എന്നിരുന്നാലും ലൈവായി അതേ കണക്ക് നിൽക്കാൻ തന്നെയാണ് പുള്ളിക്കാര്യം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ കാണിക്കുന്ന പരിപാടികൾ എന്തൊക്കെയാണെങ്കിലും മനസ്സിലാവുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് മൊബൈൽ ഉപയോഗിക്കരുത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്നാൽ ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യം ഈ അനുമോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കുറച്ച് സോഷ്യൽ മീഡിയയിലൊക്കെ കുറച്ച് നെഗറ്റീവ് ഇതൊക്കെ കാണുന്നുണ്ട്. പുള്ളിക്കാരിക്ക് അതൊക്കെ കാണുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷനും കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ ഇതിലാണ് പുള്ളിക്കാരി ഓരോ വീഡിയോ ഞങ്ങൾ പറഞ്ഞു അങ്ങനെ വീഡിയോ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, ഇൻസ്റ്റാഗ്രാം തുറക്കാനേ പോട്ടെ, ഫോണേ എടുക്കണ്ടെന്ന് പറഞ്ഞിരിക്കുക. ഡോക്ടേഴ്സൊക്കെ വഴക്ക് പറയുന്നുണ്ട് പുള്ളിക്കാരി ഇതുപോലെ ഫോൺ യൂസ് ചെയ്യുന്നതിനെ പറ്റി, പിന്നെ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ കാണുന്നതും പിന്നെ പ്രതികരിക്കുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് നിർത്തി വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നിങ്ങൾ പറഞ്ഞത് രേണു അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. ഒരു ദിവസം 8 or 10 റീലും 14 സ്റ്റോറി വെച്ചിട്ടെങ്ങാണ്ട് പുള്ളിക്കാരി ഇടുന്നുണ്ട്. പക്ഷെ അതിനകത്ത് എനിക്ക് ഏറെ അത്ഭുതപ്പെട്ടൊരു കാര്യം രേണു ഇട്ടിട്ടൊരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ സ്റ്റോറിയിലേക്ക് നിങ്ങൾ നോക്കുമ്പോഴത്തേന് മുമ്പിട്ട സ്റ്റോറികളിൽ ഉണ്ടായിരുന്ന ആ ഒരു അക്ഷരങ്ങളൊന്നും അല്ല ഇത്തവണ വന്നിരിക്കുന്നത്. എന്നാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നേ, നോക്കെ ഞാനൊരു കാര്യം പറയല്ലേ, പണ്ടോ ചത്തില്ല ഇപ്പോഴാണ് അങ്ങനെയൊക്കെ ചോദിക്കുന്ന കാര്യമാണ്. അറ്റ്ലീസ്റ്റ് നീ ഈ സ്റ്റോറി ഇടുന്നത് ആൾക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ ഒരു അക്ഷരം നിനക്ക് സുഖമായിട്ട് മാറ്റാം. അത് അറിഞ്ഞുകൂടാത്തതാണ് വീണ്ടും വീണ്ടും ഇങ്ങനെ ആക്കുന്നത്. ഈ ഇടുമ്പോഴത്തേക്കിന് ഐ ഇവിടെ, ഓ എവിടെ, മേളിൽ പി എവിടെ, അങ്ങനെ ഒന്നും വിടാതെ മര്യാദയ്ക്ക് ആ ഒരു സാധനം വിടുക. അപ്പം എന്തായാലും രേണു ഇത് അക്ഷരം പ്രതി അനുസരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. അങ്ങനെ വേണം. ഇതാകുമ്പോൾ നമുക്ക് വായിച്ചെടുക്കാനേ പറ്റും. കുഴപ്പമില്ല, ചെറിയ അക്ഷരത്തിൽ അത് നമുക്ക് വിഷയമുള്ള കാര്യം. ആരും ഇവിടെ പെർഫെക്റ്റ് ഒന്നും അല്ല. എന്തായാലും എന്തൊക്കെയോ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാവുന്നു. പക്ഷേ ആ ഉദ്ദേശിക്കുന്ന കാര്യം കറക്റ്റായിട്ട് ആൾക്കാരിലോട് കൺവിൻസ് ആവണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വളരെ ഉപകാരം, വളരെ നല്ല കാര്യം. എന്നാലും ഡോക്ടേഴ്സ് പറയുന്ന കാര്യങ്ങളൊന്നും അക്ഷരം പ്രതി അനുസരിക്കുന്നില്ലെങ്കിൽ നമ്മളൊരു പറഞ്ഞൊരു കാര്യം രേണു അക്ഷരം പ്രതി അനുസരിച്ചല്ലോ. തൃപ്തിയായി ഹാപ്പിയായി സന്തോഷമായി എല്ലാ രീതിയിലും ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്നും കേൾക്കാനായിട്ട് വലിയ ഉദ്ദേശമില്ല. ഇപ്പം കഴിഞ്ഞ നമ്മുടെ സീസണിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ രേണുസുതി ആയിരുന്നു ഹൈലൈറ്റ്. എവിടെയാ? ബിഗ് ബോസിലേക്ക് പോകുന്നതിന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റ് കാര്യങ്ങൾ തുടങ്ങി ബിഗ് ബോസിലെത്തി. എന്നാൽ നേരെ ഇത്തവണ വരുമ്പോഴത്തേക്കിനോ ബിഗ് ബോസിന്റെ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ വന്നിരിക്കുന്ന വ്യക്തിയായ രാഹുൽ ദാസ്, കിച്ചു അല്ലേ, എങ്ങനെ വേണേലും നമുക്ക് വിശേഷിപ്പിക്കാം. കാരണം രേണു പറഞ്ഞിട്ടുണ്ട് ഏത് രീതിയിൽ വേണേലും പറയാമെന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരു അവകാശം നമുക്ക് വളർത്തമ്മയായോ പോറ്റമ്മയായിട്ട് നിൽക്കുന്ന ഈ വ്യക്തി തന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. അതാ ഞാൻ പറയുന്നത്, എവറി ഡോഗ് ഹാസ് എ ഡേ എന്ന്. നമ്മൾ ആരെയും വില കുറച്ച് കളയാനായിട്ട് കഴിയത്തില്ല, പറ്റത്തില്ല. ഒരു സമയം അവർ നല്ല കത്തിച്ചൊലിച്ച് ഒരു ജെമ്മായിട്ട് ഒരു ഡയമണ്ടായിട്ടൊക്കെ നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത അതേ സമയമായപ്പോഴത്തേനും അവിടെ വേറൊരാൾ വന്നു. അതുകൊണ്ട് നമ്മളെ ഒന്നിലും കണ്ടിട്ട് അഹങ്കരിച്ചിട്ടോ, നമ്മളെല്ലാവരും ഒന്നും കണ്ട് അഹങ്കരിച്ചിട്ടോ എൻ്റെ കയ്യിൽ അതുണ്ട്, നിനക്കത് ഉണ്ടാക്കാൻ പറ്റുമോ എന്ന രീതിയിലൊന്നും പറയില്ല. അവൻ ചിലപ്പോൾ അതിൻ്റെ മേളിൽ ഉണ്ടാക്കിയിട്ട് നമ്മളെ മുന്നിൽ കൊണ്ട് കാണിച്ചു തരുമായിരിക്കും. ഇതൊരിക്കലും രേണുവിനെയും കിച്ചുവിനെയും മാത്രം പറയുന്ന കാര്യമല്ല, എന്നെക്കുറിച്ചും ഈ കാണുന്ന നിങ്ങൾക്കും വേണ്ടിയിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ നിങ്ങളുടെ കമൻറ്റ് വ്യക്തമായിട്ട് രേഖപ്പെടുത്തുക. എന്തായാലും ഡോക്ടർക്ക് ഇതിനകത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ കാണണം. അല്ലാതെ ഈ ചതി പിതി എന്നും പറഞ്ഞ് പോയി നടക്കരുത്. കൃത്യമായിട്ട് ആ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടു തന്നെ വരാം. പക്ഷേ അതിന് മുമ്പായിട്ട് ഒരു വീഡിയോ ഞാൻ കാണിക്കാം. അതായത് രേണു കിച്ചുവിനെ വളർത്തിയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നല്ലോ. ഞാൻ 18 വയസ്സ് വരെ നോക്കി വളർത്തിയ, അതായത് പോറ്റമ്മയാക്കി നിന്ന ആ മകൻ പോലും എന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളൊരു കാര്യം. അപ്പോൾ വളർത്തുന്ന ഒരു കാര്യം കൊല്ലം സുധി തന്നെ TV ചാനലിലൂടെ പറയുന്നുണ്ട്. ആ ഒരു സാധനം ഞാൻ കാണിക്കാം. അപ്പം നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പല അഭിപ്രായമായിരിക്കും. കാരണം 3 കല്യാണമോ കഴിച്ചോണ്ടെന്ന് പറയുമ്പോൾ നാളെ ശരിയല്ല എന്നൊക്കെ പല രീതിയിലൊക്കെ വരാറുണ്ട് കമൻറ്റ് ഞാൻ വായിച്ചിട്ടുള്ളതിൻ്റെ ബേസിലാണ് ഞാനൊരു കാര്യം പറഞ്ഞത്. ഒരു പുരുഷൻ ചിലപ്പോൾ നല്ലൊരു ഭർത്താവായിരിക്കും, എന്നാൽ അവിടെ ചിലപ്പോൾ നല്ലൊരു അച്ഛനാവാനായിട്ട് കഴിയത്തില്ലായിരിക്കും. അതുപോലെ നല്ലൊരു അച്ഛനാവുന്ന ഒരു സ്ഥലത്ത് ചിലപ്പോൾ അവർക്ക് നല്ലൊരു ഭർത്താവായിട്ട് നിൽക്കാനായിട്ട് കഴിയത്തില്ലായിരിക്കും. എന്നാൽ ഇതെല്ലാം ഒരേ കണക്ക് കൊണ്ടുപോകുന്ന ആണുങ്ങളും ഉണ്ട് കേട്ടോ, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ച് നല്ലൊരു അച്ഛനായിരുന്നു. അത് കൺഫേം ആയിട്ട് എനിക്കറിയാവുന്ന ഒരു കാര്യം. അതൊന്ന് കാണാം. പിണങ്ങിയിട്ടില്ല. എൻ്റെ കൂടെയുള്ള എല്ലാ സുഹൃത്തുക്കളും എന്നെ മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഞാൻ സ്റ്റേജിൽ സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് എൻ്റെ മോനെ കയ്യിൽ വെച്ചിട്ടുണ്ടല്ലടാ. ഞാൻ സ്റ്റേജിൽ നിന്ന് സ്കിറ്റ് കളിക്കുമ്പോൾ അസീസ് ബാക്കിൽ എൻ്റെ കുഞ്ഞിനെ ഉറക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നു വന്നയാ. ദൈവത്തിന് ഒരുപാട് നന്ദി. സ്നേഹം കൊണ്ട് മൂടുന്ന ഒരു മനസ്സുള്ള ആൾ, കുടുംബം കൈക്കുള്ളിൽ കൊണ്ട് നടക്കുന്ന ആൾ,
ഈ എളിയ കലാകാരന് വിശേഷണങ്ങൾ ഏറെയുണ്ടായിരുന്നു. ഒരാളുടെയും മനസ്സിനെ വേദനിപ്പിക്കാതെ എങ്ങനെ ഒരു തമാശ അവതരിപ്പിക്കാം എന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുത്ത നടൻ. അപ്രതീക്ഷിതമായിരുന്നു ആ വിയോഗം. മക്കളെ നെഞ്ചോട് അടക്കി പിടിച്ചു മന്ത്രി പൊങ്കോമാരുടെ സഞ്ചാര പദങ്ങളിലും ജില്ലാ കളക്ടർമാരടക്കമുള്ള തുക്കിടി സായിപ്പുമാരുടെ ബംഗ്ലാവ് പടിക്കലും ചെന്ന് കുടിനീരിന് ശബ്ദമുയർത്തുമ്പോൾ പോലീസിന്റെ ലാത്തിയുടെയും നെറുകേടും സഹിക്കേണ്ടി വരുന്ന നിരാലംബരായ അമ്മമാരുടെ കഷ്ടപ്പാടിലേക്ക് തുറന്നു പിടിച്ച കണ്ണുകളാവണം വാർത്ത. ഒരു ദാഹജലത്തിനായി തൊണ്ടപുള്ളി നിലവിളിക്കുന്ന പൈതങ്ങളുടെ കണ്ണുനീരാവണം വാർത്ത. നെഞ്ചിനുള്ളിൽ പെണ്ണാണ്, പെണ്ണ് കാണൽ പതിവാണ്, പെണ്ണ് കണ്ടാൽ ഭ്രാന്താണ് ശാരദേ ശാരദേ. സിനിമാ താരവും മിമിക്രി ആർട്ടിസ്റ്റുമായ കൊല്ലം സുധിയുടെ വിയോഗത്തിന്റെ ആഘാതത്തിലാണ് സിനിമാ ടെലിവിഷൻ ലോകം. ഒരു കാർ അപകടത്തിന്റെ രൂപത്തിലാണ് മരണം സുധിയെ തട്ടിയെടുത്തത്. നിരവധി വർഷങ്ങളായി ഹാസ്യരംഗത്ത് കൊല്ലം സുധി സജീവ സാന്നിധ്യമായിരുന്നു. 2015 കാന്താരി എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം വെള്ളിത്തിരയിലെത്തുന്നത്. കട്ടപ്പനയിലെ ഹൃതിക് റോഷൻ, കുട്ടനാടൻ മാർപ്പാപ്പ, തീറ്ററപ്പായി, കേശു ഈ വീടിന്റെ നാഥൻ തുടങ്ങിയ ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുമുണ്ട്. ഫ്ലവേഴ്സ് ടിവിയിലെ സ്റ്റാർ മാജിക് എന്ന പരിപാടിയിലൂടെ സുധി കുടുംബ പ്രേക്ഷകരുടെ പ്രിയ താരമായി മാറി. കരിയറിലെ ഒരു സുവർണ കാലഘട്ടത്തിൽ നിൽക്കുമ്പോഴാണ് സുധിയുടെ അപ്രതീക്ഷിത വിയോഗം. ചോര വെള്ളത്തിലിട്ട് വെക്കും, എന്നിട്ട് കാലത്ത് അരച്ച അപ്പം ചുട്ട് തിന്നും. ഈ സ്റ്റാർ മാജിക് കണ്ട ആൾക്കാർക്ക് അറിയാം, ആ ഒരു സമയത്ത് സ്റ്റാർ മാജിക് ഒരുപാട് പ്രേക്ഷകരുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ യൂട്യൂബ് ആണെങ്കിലും കൂടുതലും ഫേസ്ബുക്ക് പ്രേക്ഷകർ നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്കറിയാമായിരുന്നു ഈ കൊല്ലം സുധിയൊക്കെ അത്യാവശ്യം ആൾക്കാർക്കിടയിലേക്ക് നല്ല രീതിയിൽ, അത് വീട്ടമ്മമാർക്കിടയിലേക്കും കോമഡി ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കിടയിലേക്ക് കേട്ടോ, അല്ലാത്തുള്ളവരല്ല, അവർക്കിടയിലേക്ക് നല്ലോണം ഇറങ്ങി വന്ന ഒരാളാണ്. അപ്പോൾ ഈ വളർത്തിയ രീതി കാര്യങ്ങളൊക്കെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ള കാര്യമൊക്കെ അത് തന്നെയൊക്കെ തന്നെ. ഇപ്പോൾ ഇവിടെ കൊണ്ടുവരാനുള്ള കാരണം മറ്റേ വളർത്തമ്മയുടെ ഒരു ഗുണത്തിൻ്റെ ഒരു കാര്യം പറഞ്ഞില്ല, ആ ഒരു കാര്യം പറഞ്ഞത് കൊണ്ടാണ്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു മെഡിക്കൽ കണ്ടീഷനിൽ ഇരിക്കുമ്പോഴത്തേനും നമ്മളെടുത്ത് വെച്ച് വീഡിയോ ഈ രീതി ചെയ്യുന്നത് നിങ്ങൾ ചിന്തിക്കല്ലേ. പക്ഷേ ഷീ നീഡ്സ് ദാറ്റ്, അത്രേ ഉള്ളൂ. അത് ലോജിക്കോടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, അത് വേണം. കാരണം ഇപ്പം തന്നെ ഞാൻ ആ സ്ക്രീൻഷോട്ട് എടുക്കുന്നില്ല, നിങ്ങൾ ചെന്നവരുടെ പ്രൊഫൈലിൽ ചെന്ന് നോക്കിയാലും മതി. അവർക്ക് വരുന്ന നെഗറ്റിവിറ്റികളും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള അവരുടെ പ്രൊഫൈലൊക്കെ എടുത്ത് സ്ക്രീൻഷോട്ട് എടുത്ത് വിട്ടു. എന്തിന്? അത് എന്തിനു വേണ്ടിയിട്ട്? ആർക്ക് വേണ്ടിയിട്ട്? എന്തിനു വേണ്ടിയിട്ട്? അതൊരു 4 പേരെടുത്ത് നിങ്ങളെടുത്ത് വീണ്ടും കാണിച്ചു കൊടുക്കുമല്ലേ. എനിക്കെതിരെ വന്ന നെഗറ്റിവിറ്റികൾ ഞാൻ തന്നെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇന്ന് കാണാത്ത 10 പേരുണ്ട്, നീയൊക്കെ കൂടെ കാണണമെന്ന് പറഞ്ഞ് എടുത്ത് കാണിച്ചു കൊടുക്കുമല്ലേ. എന്ത് ബോധമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ രീതിയിൽ ഇരിക്കുമ്പോഴേ നമുക്ക് ഇങ്ങനെ പറയേണ്ടി വരുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ സത്യം പറഞ്ഞാൽ കണ്ടിട്ട് തന്നെ എന്തോ ഒരു വിഷമമായിട്ട് തോന്നും. അപ്പം ഈ ഒരു കാര്യമായിട്ട് ബന്ധപ്പെട്ട് ഈ സ്റ്റേജിൻ്റെ കാര്യം പറയുന്നുള്ളൂ. അതായത് ഈ ഒരു ക്യാൻസർ എന്ന് പറഞ്ഞ രോഗത്തെ ആദ്യം 0 സ്റ്റേജ്, ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഇങ്ങനെയാണല്ലോ ഈ സാധനം പോകുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് ലെവൽ വെച്ച് കണക്ക് കൂട്ടുമ്പോഴത്തേക്കിനും പുള്ളിക്കാർ പറഞ്ഞത് വെച്ചിട്ടും ഈ ഡോക്ടർ പറയുന്ന കാര്യം തമ്മിൽ ഐ ഫീൽ ഒരു വ്യത്യാസം. ആ വ്യത്യാസം എന്താണെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നോക്ക്. ആ ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ മൊത്തം കേട്ടിട്ടേ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ സാധനം നമുക്കൊന്ന് കണ്ടുവരാം. ഈ ചികിത്സ കൃത്യമായ ക്രമത്തിൽ കൊടുത്താൽ മോശ സ്വഭാവമാണെങ്കിൽ പോലും അതിൽ നല്ലൊരു ശതമാനത്തിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റും. ആ അവസരം നഷ്ടമായി പോകും. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ എനിക്ക് പേഷ്യൻസിനോട് പറയാനുള്ള ഒരു കാര്യം, കീമോതെറാപ്പിയെ അത്ര ഭയപ്പെടേണ്ടതില്ല. കീമോതെറാപ്പിയുടെ സൈഡ് എഫക്റ്റുകളിൽ ഭൂരിഭാഗവും താൽക്കാലികമാണ്. ഏറെ നാൾ നീണ്ടു നിൽക്കുന്ന സൈഡ് എഫക്റ്റുകൾ കുറച്ചൊക്കെ ഉള്ളൂ. അപ്പോൾ ആ ഒരു കാലഘട്ടം, ഒരു 4 മാസം നമ്മൾ തള്ളി നീക്കി കഴിഞ്ഞാൽ അതിനുശേഷം സർജറിയിലൂടെ അത് കംപ്ലീറ്റ്, നമ്മൾ ആ മുഴ കംപ്ലീറ്റ് റിമൂവും കൂടി ചെയ്താൽ നിങ്ങളുടെ ട്യൂമർ മോശ സ്വഭാവമാണെങ്കിൽ പോലും നിങ്ങൾക്ക് മികച്ച ഒരു റിസൾട്ട് കിട്ടും. നോർമലായ ഒരു ജീവിതത്തിലേക്ക് എത്താനുള്ളൊരു സാധ്യത അവശേഷിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും അവനവന് ആ സാധ്യത കൊടുക്കുക എന്നുള്ളതാണ് ഉചിതമായ ആ സമയത്തുള്ള ഒരു തീരുമാനം. അപ്പോൾ നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജ് മുതലേ സർജറി ചെയ്ത് വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സർ പറഞ്ഞതിൽ പറഞ്ഞു, ഇപ്പോൾ 3rd സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ ഫസ്റ്റ് കീമോ കൊടുക്കുന്ന രീതിയിൽ പറഞ്ഞു. അപ്പോൾ ഈ ഫസ്റ്റ് കീമോ കൊടുക്കുന്നത് 3rd സ്റ്റേജിൽ മാത്രമാണോ, അതോ അത് മുമ്പുള്ളത് സർജറിയിൽ ഒതുങ്ങോ, അത് അവർക്കും കീമോയുടെ ആവശ്യം വരാറുണ്ടോ? 0 to വരുന്ന രീതിയിൽ വരുമ്പോൾ എല്ലാവർക്കും കീമോ വേണോ? സർ പറഞ്ഞപ്പോൾ നേരത്തെ അങ്ങനെ പറഞ്ഞ പോയിന്റ് എടുത്ത് ചോദിക്കുകയാണ്. കീമോ ആണ് ചിലപ്പോൾ ഫസ്റ്റ് കൊടുക്കുക 3rd സ്റ്റേജിൽ എത്തുമ്പോൾ എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതെ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ശസ്ത്രക്രിയ, കീമോ, റേഡിയേഷൻ, ഈ 3 കാര്യങ്ങളും കണക്കിലെടുക്കുമ്പോൾ അത് നമുക്ക് ഒറ്റ ഫിക്സഡ് റൂളിൽ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ പേഷ്യൻറ്റിൻ്റെ പ്രായം, അവർക്ക് ഉള്ള മറ്റ് അസുഖങ്ങൾ, പിന്നെ അതേപോലെ തന്നെ അവരുടെ അസുഖത്തിൻ്റെ സ്റ്റേജ്, അതിൻ്റെ ജൈവ സ്വഭാവം, ഇത്രയും കാര്യങ്ങളെങ്കിലും മിനിമം കണക്കിലെടുത്തുകൊണ്ടാണ് ഇത് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ സ്റ്റേജ് എന്ന് പറയുന്ന അതിൽ ഒരു ഘടകം മാത്രമാണ്. അപ്പോൾ സ്റ്റേജ് കൂടുതൽ, ഇപ്പോൾ 3rd സ്റ്റേജിലുള്ള എല്ലാവർക്കും പിന്നെ കീമോ വേണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് നമുക്ക് ഒഴിവാക്കാൻ പറ്റും. 3rd സ്റ്റേജിൽ തന്നെ വളരെ ആരംഭ ദശയിലുള്ള, ഇപ്പോൾ കഴലുകളിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടില്ലാത്ത 5 സെൻറ്റിമീറ്ററോളം സൈസ് ഉണ്ട്, അത് കാരണം 3rd സ്റ്റേജ് ആയിപ്പോയി. പക്ഷേ അതിൻ്റെ സ്വഭാവം നല്ലതാണ്.
ഇപ്പോൾ ഉദാഹരണം ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകളാണ്. അപ്പോൾ ഈ അവസരത്തിൽ നമ്മൾ ഈ ജൈവ സ്വഭാവത്തെക്കുറിച്ച് കുറച്ചുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ജൈവ സ്വഭാവം അനുസരിച്ച് പ്രധാനമായി നമുക്ക് 3 തരത്തിൽ ബ്രസ്റ്റ് ക്യാൻസറുകളെ തിരിക്കാം, 3 സ്വഭാവമുള്ളത്. അതിലൊന്ന് ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകളാണ്, വേറൊന്ന് ഹോർമോൺ നെഗറ്റീവ് ട്യൂമറുകളാണ്, വേറൊന്ന് HER2 പോസിറ്റീവ് ട്യൂമറാണ്. ഇതിൽ ഈ ആദ്യം പറഞ്ഞ ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകളാണ് ഭൂരിഭാഗം നമ്മൾ കാണാറ്. അപ്പോൾ അതിൽ വളരെ നല്ല ഒരു സ്വഭാവമുള്ള ടൈപ്പ് ട്യൂമറാണ്. ചികിത്സയ്ക്കൊക്കെ നന്നായി പ്രതികരിക്കുന്ന, തിരിച്ചു വരാൻ സാധ്യത താരതമ്യേന കുറവുള്ള ഒരു ടൈപ്പാണ്. അതേസമയം ഹോർമോൺ നെഗറ്റീവ് ട്യൂമറുകളും HER2 പോസിറ്റീവ് ആയിട്ടുള്ള ട്യൂമറുകളും ഏത് സ്റ്റേജിലാണെങ്കിൽ പോലും പലപ്പോഴും മോശമായിട്ടാണ് അത് റെസ്പോണ്ട് ചെയ്യാറ്. അപ്പോൾ ഇപ്പോൾ ഈ 3rd സ്റ്റേജിൽ 5 സെൻറ്റിമീറ്റർ സൈസുള്ള ഒരു ട്യൂമറാണ്, കക്ഷത്തിലെ കടലയിലേക്കൊന്നും പടർന്നിട്ടില്ല, പക്ഷേ സ്വഭാവം വളരെ നല്ലതാണ് എങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആദ്യം സർജറി ചെയ്തതിന് ശേഷം അവർക്ക് ചില പ്രത്യേക ടെസ്റ്റുകളുണ്ട്. ആ ടെസ്റ്റുകൾ ചെയ്ത് നോക്കിയിട്ട് ചിലപ്പോൾ കീമോതെറാപ്പി ഒഴിവാക്കാൻ പറ്റിയേക്കും. സർജറിയിൽ മാത്രമായിട്ട് ഒതുക്കാൻ സർജറി മാത്രമല്ല, സർജറിക്ക് ശേഷം അവർക്ക് റേഡിയേഷൻ ഉണ്ടാവും. അതോടൊപ്പം മെഡിക്കൽ ഓങ്കോളജിസ്റ്റിന്റെ ഭാഗത്തുനിന്ന് മറ്റ് മരുന്നുകളുണ്ടാവും. ഗുളിക രൂപത്തിലുള്ള ഈ ഹോർമോൺ പോസിറ്റീവ് ട്യൂമറുകൾക്ക് കൊടുക്കുന്ന മരുന്നുകൾ കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഏർലി സ്റ്റേജിലാണെങ്കിൽ കീമോ എപ്പോഴും ഒഴിവാക്കാൻ പറ്റുമെന്നില്ല. നിങ്ങളിപ്പോൾ ആദ്യം ചെയ്താലും ഓപ്പറേഷന് ശേഷവും ചിലപ്പോൾ കീമോ വേണ്ടി വന്നേക്കാം. അപ്പോൾ അതിലൊരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റേജിനെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ഘടകങ്ങൾ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കീമോ വേണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റില്ല. ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ അത് ഡോക്ടറുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതാണ്. അപ്പോൾ ഒരു തവണ ഡോക്ടറുമായി ഒരു ഓങ്കോളജി സ്പെഷ്യലിസ്റ്റ് അഥവാ ഒരു സർജിക്കൽ ഓങ്കോളജിസ്റ്റോ ഒരു മെഡിക്കൽ ഓങ്കോളജിസ്റ്റോ ഒരു റേഡിയേഷൻ ഓങ്കോളജിസ്റ്റോ ഇങ്ങനെയുള്ള എക്സ്പേർട്സിൻ്റെ അടുത്ത് ആരുടെ അടുത്തെങ്കിലും പോയി ഇതിൻ്റെ ഫുൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ മനസ്സിലാക്കുക. അത് മനസ്സിലാക്കിയതിന് ശേഷം ചികിത്സ എവിടെ എങ്ങനെ സ്വീകരിക്കണമെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. സർ, മുമ്പ് പറഞ്ഞു ഒരു FNAC ടെസ്റ്റ് ഇപ്പൊ യൂസ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു, അതേപോലെ കോർ നീഡിൽ ടെസ്റ്റും പറഞ്ഞു. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? അതോടെ ഈ FNAC ഇപ്പോൾ ഒഴിവാക്കപ്പെടാനുള്ള കാരണം എന്താണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ക്യാൻസറിൻ്റെ ജൈവ സ്വഭാവം നമുക്ക് ആദ്യമേ അറിയണം. കാരണം ഏതൊക്കെ ചികിത്സകൾ ഏത് ക്രമത്തിൽ ഉപയോഗിക്കണമെന്ന് അറിയണമെങ്കിൽ ഈ ജൈവ സ്വഭാവം ട്യൂമർ ബയോളജി അറിയണം. അത് FNAC ടെസ്റ്റിൽ നമുക്ക് അറിയാൻ ബുദ്ധിമുട്ടാണ്. കോർ നീഡിൽ ബയോപ്സിയിലാണ് നമുക്കത് കുറച്ചുകൂടി വ്യക്തമായി അറിയാൻ പറ്റുക. പിന്നെ വേറൊരു കാര്യം കൂടിയുള്ളത്, FNAC ടെസ്റ്റിൽ നമുക്ക് കോശങ്ങൾ മാത്രമാണ് കുറേശ്ശെ കിട്ടുക. കോർ നീഡിൽ ബയോപ്സിയിൽ നമുക്ക് കോശങ്ങളും കോശഘടനയും ഒക്കെ പഠിക്കാൻ പറ്റും. അപ്പോൾ റിസൾട്ട് തന്നെ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയിരിക്കും. ഈ 2 കാരണങ്ങളുള്ളത് കൊണ്ടാണ് കോർ നീഡിൽ ബയോപ്സി നമ്മൾ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. നമ്മൾ പറഞ്ഞു വന്നു, നമ്മൾ ഇത് ഏറ്റവും നേരത്തെ കണ്ടെത്തുന്നതാണ് നമുക്ക് ഏറ്റവും നല്ലത്. അതായത് നമുക്കൊരു സിംറ്റം വന്നതിന് ശേഷം കണ്ടെത്തുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ തന്നെ സിംറ്റത്തിന് മുമ്പ് കണ്ടെത്തിയാൽ അത്രയും നല്ലതാണ്. കാരണം ഈ അസുഖം വരാതിരിക്കുക എന്നുള്ളത് നമുക്കൊരു ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് അതാണ് ഏറ്റവും നല്ലതെന്ന് പറഞ്ഞു. അപ്പോൾ ഏത് പ്രായത്തിലുള്ളവരാണ് ഈ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്? അതോ ചെറുപ്പം മുതലേ ഇത് ചെയ്യണോ? പിന്നെ ഏതൊക്കെ ടെസ്റ്റ് ചെയ്യണം? ഏത് പ്രായം മുതലുള്ളവർ നോക്കണം? പിന്നെ ഏറ്റവും ചെറുപ്രായത്തിൽ നോക്കേണ്ടവരുമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ കാറ്റഗറിയിലുള്ളവരാണ് അങ്ങനെ നോക്കുക? ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോ സ്ത്രീക്കും ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള റിസ്ക് എത്രയാണ്, സാധ്യത എത്രയാണ്, എത്ര ശതമാനമാണ് എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ഏത് പ്രായത്തിൽ എങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യണം. കൂടെ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, സ്ത്രീകളിൽ മാത്രമാണോ ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് അതോ പുരുഷന്മാരിലും വരുന്നുണ്ടോ? ഇത് പുരുഷന്മാരിലും ബ്രസ്റ്റ് ക്യാൻസർ വരാം. അത് പക്ഷേ വളരെ വളരെ റെയറാണ് സ്ത്രീകളിലെ ക്യാൻസർ അപേക്ഷിച്ച്. ഉദാഹരണം നമ്മൾ 100 ക്യാൻസറുകൾ എടുത്താൽ അതിൽ 99 സ്ത്രീകളിലുണ്ടാകുന്ന ക്യാൻസർ ആണെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാൻസർ നമുക്ക് പുരുഷന്മാരിൽ കാണപ്പെടാം. അപ്പോൾ ഇത് നേരത്തെ ചോദിച്ച ചോദ്യം, ഓരോ സ്ത്രീക്കും അവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് സാധ്യത വ്യത്യാസപ്പെട്ടിരിക്കും. അതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. അപ്പോൾ ഈ റിസ്ക് കണ്ടെത്തി നമുക്ക് 2ആയിട്ട് സ്ത്രീകളെ തിരിക്കാം. ഒന്ന് നോർമൽ റിസ്ക് ഉള്ളവർ അല്ലെങ്കിൽ ആവറേജ് റിസ്ക് ഉള്ളവർ, വേറൊന്ന് ഹൈ റിസ്ക് ഉള്ളവർ. അപ്പോൾ ഇതിൽ നോർമൽ റിസ്ക് ഉള്ള ഒരു സ്ത്രീ ആണെങ്കിൽ ഏറ്റവും നല്ല ഒരു രീതി എന്ന് പറയുന്നത് 21 വയസ്സാകുമ്പോൾ തൊട്ട് സ്തനം സ്വയം മാസത്തിലൊരിക്കൽ പരിശോധിക്കാൻ അത് മനസ്സിലാക്കുക. എന്നിട്ട് അത് ദൈനംദിന ജീവിതത്തിലൊരു ഭാഗമാക്കി മാറ്റുക. കൃത്യസമയം എന്ന് പറയുന്നത് മാസമുറ അവസാനിച്ച് അതിന് ശേഷമുള്ള ഒരാഴ്ചയിൽ കുളിക്കുന്ന സമയത്ത് നമ്മൾ സ്തന ഗ്രന്ഥികളും ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ ചെയ്യുക. ബ്രസ്റ്റ് അവെയർ ആയിരിക്കുക എന്ന് പറയും. പിന്നെ ഒരു 30 വയസ്സ് മുതൽ വർഷത്തിലൊരിക്കലോ അല്ലെങ്കിൽ 2 വർഷത്തിലൊരിക്കലോ എങ്കിലും ഒരു ഹെൽത്ത് ചെക്കപ്പിൻ്റെ ഭാഗമായി ഒരു ഡോക്ടറെ കൊണ്ട് ഒരു ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യിപ്പിക്കുക, ഒരു പരിശോധന ചെയ്യിപ്പിക്കുക. സ്കാനിങ് ഒന്നുമല്ല. 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് 1-2 വർഷം കൂടുമ്പോഴെങ്കിലും ഒരു മാമോഗ്രാം ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഇതാണ് നോർമൽ റിസ്ക് ഉള്ള ഒരു സ്ത്രീ ചെയ്യേണ്ടത്. ഇനി ഹൈ റിസ്ക് ഉള്ള സ്ത്രീ ആണെങ്കിൽ അത് നമുക്ക് ഉദാഹരണം ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. പാരമ്പര്യമായിരിക്കാം ചിലപ്പോൾ കാരണം, അല്ലെങ്കിൽ മറ്റ് അപകട സാധ്യതാ ഘടകങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരിക്കാം. അങ്ങനെ ഹൈ റിസ്ക് പാരമ്പര്യം എന്ന് പറയുമ്പം ഈ ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണോ പാരമ്പര്യത്തിൽ വരേണ്ടത്? അതായത് ഫാമിലിയിൽ വേറെ ഏതെങ്കിലും ക്യാൻസർ ഉള്ളവരും ഈ ഒരു റിസ്ക് നോക്കേണ്ടതുണ്ടോ? പൊതുവെ പറയുമ്പോൾ നമ്മൾ ബ്രസ്റ്റ് ക്യാൻസറും ഓവേറിയൻ ക്യാൻസറും ആണ് പറയാറ് സ്ത്രീകളിൽ.
പക്ഷേ ഈ ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാക്കുന്ന ജീനുകൾ, അതിന് ജനിതകമായ വ്യതിയാനം കാരണമാണ് ഉണ്ടാകുന്നത്. ഈ ജീനുകൾ മറ്റു പല ക്യാൻസറുകളും ഉണ്ടാക്കുന്നവയും ഉണ്ട്. ഉദാഹരണം പുരുഷന്മാരിലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ. അപ്പോൾ നമ്മുടെ പാരമ്പര്യത്തിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസർ, പാൻക്രിയാറ്റിക് ക്യാൻസർ, ആഗ്നേയഗ്രന്ഥിയുടെ ക്യാൻസർ, ഇതൊക്കെ വരാവുന്നതാണ്. അത് ഡോക്ടർമാർക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ അവർ ആ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിൽ നിന്ന് അവർ പറഞ്ഞു തരും. അപ്പോൾ ഈ പാരമ്പര്യമായിട്ട് ബ്രസ്റ്റ് ക്യാൻസർ അല്ലെങ്കിൽ മറ്റ് അതുമായി അനുബന്ധമായിട്ടുള്ള ക്യാൻസറുകൾ ഉള്ളവർക്കൊക്കെ ഹൈ റിസ്ക്കാണ്. നമ്മുടെ നാട്ടിൽ തന്നെ വികസിപ്പിച്ചെടുത്ത ഒന്നാണ് സ്നേഹിത എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ടൂൾ. അതൊരു വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ചെന്നാൽ സ്നേഹിത എന്ന് പറഞ്ഞൊരു കാൽക്കുലേറ്റർ കാണും. അതിൽ കുറേ വിവരങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും. അത് നമ്മൾ രേഖപ്പെടുത്തി ക്ലിക്ക് ചെയ്താൽ നമുക്കുള്ള ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടാകാനുള്ള റിസ്ക് എത്രയാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സർജറി ഡിപ്പാർട്ട്മെന്റിലോട്ട് വരുമ്പോൾ നമ്മൾ പണ്ട് ഒരു ടോട്ടൽ മാസ്റ്റക്ടമി ആയിരുന്നു മൊത്തം എല്ലാവർക്കും ചെയ്തുകൊണ്ടിരുന്ന ഒരു സർജറി എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പോൾ വരുമ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ വരെ എത്തി നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്? ഏതാണ് ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത്? അപ്പോൾ സ്തനങ്ങൾ മുഴുവൻ നീക്കം ചെയ്യണോ, സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമറുള്ള ഭാഗം മാത്രം നീക്കം ചെയ്യണോ എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ കാതൽ. അപ്പോൾ ഇതിൽ നമുക്കറിയാം 1970 മുതലുള്ള റിസർച്ചിൽ നമുക്ക് വസ്തുനിഷ്ഠമായി തെളിയിക്കപ്പെട്ടതാണ് ഏർലി സ്റ്റേജ് ക്യാൻസറുകളിൽ നമ്മൾ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള സർജറി സ്തനം മുഴുവൻ നീക്കം ചെയ്തിട്ടുള്ള ടോട്ടൽ മാസ്റ്റക്ടമിയുടെ തുല്യമായ റിസൾട്ടാണ് തരുന്നത്. അതോടൊപ്പം മറ്റു ചില കാര്യങ്ങളും കൂടി ചേർത്ത് വെക്കുമ്പോൾ, ഉദാഹരണം ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ അവയവം നിലനിർത്തുന്നത് കൊണ്ട് ആ ഒരു സ്ത്രീക്കുണ്ടാകുന്ന സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ബെറ്റർ ബോഡി ഇമേജ്, ഈ തുടങ്ങിയ കാര്യങ്ങൾ ഒരു എക്സ്ട്രാ അഡ്വാൻറ്റേജ് ആണ്. അതുകൂടാതെ പലപ്പോഴും ഈ ബ്രസ്റ്റ് മുഴുവൻ നീക്കം ചെയ്യുമ്പോൾ കാണുന്ന അത്രയും കോംപ്ലിക്കേഷൻസ് ഈ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയിൽ കാണാറില്ല. ഈ ഘടകങ്ങളെല്ലാം കൂടി എടുത്തു വെക്കുമ്പോൾ ഏർലി ബ്രസ്റ്റ് ക്യാൻസറിന് ഇന്ന് ലോകത്തെമ്പാടും ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി അഥവാ സ്തനം നിലനിർത്തിക്കൊണ്ട് ട്യൂമർ മാത്രം നീക്കം ചെയ്തുള്ള സർജറിയാണ് റെക്കമെൻഡഡ് ആയിട്ട് വരുന്നത്. ഈ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി എല്ലാവർക്കും ചെയ്യാൻ പറ്റിയതാണോ? ഈ എല്ലാവിധ സ്റ്റേജിലുള്ളവർക്കും ചെയ്യാൻ പറ്റിയതാണോ? അപ്പോൾ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നമുക്ക് ഏർലി ക്യാൻസറുകളാണെങ്കിൽ ഒരു 90% ചെയ്യാൻ പറ്റുമെന്ന് പറയാം. ഇച്ചിരി സ്റ്റേജ് കൂടിയ കേസുകളാണ്, ലോക്കലി അഡ്വാൻസ്ഡ് ടൈപ്പ്, അതായത് 3rd സ്റ്റേജിലുള്ളതാണെങ്കിൽ നമുക്ക് ചുരുങ്ങിയൊരു ശതമാനത്തിൽ അത് വീണ്ടും ചെയ്യാൻ ശ്രമിക്കാവുന്നതാണ്. എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അത്തരം ക്യാൻസറുകൾക്ക് കീമോ ആണ് കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. കീമോ കൊടുത്തതിന് ശേഷം ഇത് നന്നായി ചുരുങ്ങി വന്നിട്ടുണ്ട് എങ്കിൽ ആ പേഷ്യൻസിന് നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യാവുന്നതാണ്. അത് സേഫ് ആണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ പ്രധാനമായും ഈ സർജറിയിൽ കൊണ്ടുള്ള ഉദ്ദേശം നമുക്ക് ട്യൂമർ കംപ്ലീറ്റ് എടുക്കാൻ പറ്റണമെന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ മാറ് മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ട്യൂമർ ആണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി നടന്നെന്ന് വരത്തില്ല. അതേപോലെ ചില പ്രത്യേക ടൈപ്പ് ക്യാൻസറുകൾ, ഉദാഹരണം ഇൻഫ്ലമേറ്ററി ബ്രസ്റ്റ് ക്യാൻസർ എന്ന് പറയും, അതിന് ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി സാധ്യമായി എന്ന് വരില്ല. അപ്പോൾ നമുക്ക് മുഴുവനായും ഈ ട്യൂമർ റിമൂവ് ചെയ്യാൻ പറ്റും എന്നുറപ്പുള്ള കേസുകളിൽ നമുക്ക് ബ്രസ്റ്റ് കൺസർവേഷൻ ട്രൈ ചെയ്യാവുന്നതാണ്. ഇതിനോടൊപ്പം ഒരു കാര്യം കൂടി ഓർക്കണം, ബ്രസ്റ്റ് കൺസർവേഷൻ സർജറിയുടെ ഭാഗമാണ് റേഡിയേഷൻ ചികിത്സ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സ്തനം നിലനിർത്തിക്കൊണ്ടുള്ള ശസ്ത്രക്രിയ ചെയ്യുമ്പോൾ നിർബന്ധമായും മിക്കവാറും കേസുകളിൽ നമുക്ക് അതിന് ശേഷം ചികിത്സ കൂടി എടുക്കേണ്ടി വരും. മാസ്റ്റക്ടമിയിൽ എല്ലാ കേസിലും ഫുൾ ബ്രസ്റ്റ് റിമൂവ് ചെയ്താൽ റേഡിയേഷൻ ചികിത്സ വേണ്ടി വരാറ്. ഇപ്പോൾ ഉള്ള നൂതനമായ ടെക്നിക്കാണ് നമ്മൾ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ അത് ഇതിൽ നിന്ന് എങ്ങനെയാണ് മാറി നിൽക്കുന്നത്? ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത് 90കൾ മുതൽ നിലവിൽ വന്ന ഒരു അതിനൂതനമായ ഒരു ബ്രസ്റ്റ് കൺസർവേഷൻ സർജറി ടെക്നിക്കാണ്. നമ്മൾ ബ്രസ്റ്റ് കൺസർവേഷൻ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, നമ്മൾ ഈ മുഴ നീക്കം ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു ഡിഫക്റ്റ്, ഒരു ഗ്യാപ്പ് ഉണ്ടാവും മാറിൽ. അപ്പോൾ അത് നമ്മൾ വെറുതെ തുന്നി യോജിപ്പിക്കാൻ ശ്രമിച്ചാൽ പലപ്പോഴും മാറിൻ്റെ ആകൃതിയിൽ ഒരു വ്യത്യാസം വരും. അപ്പോൾ അത് കൊണ്ട് നമുക്ക് സ്ത്രീകൾക്കുണ്ടാകുന്ന ഒരു മാനസികമായ വിഷമം എന്ന് പറഞ്ഞാൽ 2 മാറും 2 ഷേപ്പിൽ ആകൃതിയിൽ ഇരിക്കുമ്പോൾ അവർക്ക് എപ്പോഴും അതൊരു ഓർമ്മപ്പെടുത്തലാവും, അവിടെ ഒരു ഓപ്പറേഷൻ നടന്നതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. ഇത് കൂടാതെ തന്നെ ഞാൻ പറഞ്ഞു ബ്രസ്റ്റ് കൺസർവേഷൻ ശേഷം എപ്പോഴും റേഡിയേഷൻ വേണ്ടി വരാറുണ്ട്. ഈ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഈ ബ്രസ്റ്റിൻ്റെ ആകൃതി വ്യത്യാസപ്പെട്ടാണ് ഇരിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ വികലമായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ ഈ റേഡിയേഷൻ്റെ കോംപ്ലിക്കേഷൻസും അധികമായിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ മുഴകൾ നീക്കം ചെയ്യുമ്പോൾ ബ്രസ്റ്റിൻ്റെ ആകൃതി നിലനിർത്തിക്കൊണ്ട് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മൾ ഈ ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറഞ്ഞ ടെക്നിക്കിന് റോള് വരുന്നത്. ഓങ്കോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി പറഞ്ഞാൽ ബ്രസ്റ്റ് കൺസർവേഷൻ്റെ കൂടെ പ്ലാസ്റ്റിക് സർജറി ടെക്നിക്ക് കൂടി ഉപയോഗിച്ച് ഈ ട്യൂമർ നീക്കം ചെയ്തതിന് ശേഷം ആ മാറിൻ്റെ ആകൃതി പഴയപടിയാക്കി എടുക്കുന്നതിനാണ് ഓങ്കോപ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഓങ്കോളജി സർജന് തന്നെ ഇത് ചെയ്യാവുന്നതാണെന്നാണ്? 2 തരത്തിൽ ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യാം. ഒന്ന്, ഇപ്പോൾ യൂറോപ്പിലും ഇംഗ്ലണ്ടിലും ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത് 2 ടെക്നിക്കിലും, അതായത് ക്യാൻസർ സർജറിയിലും പ്ലാസ്റ്റിക് സർജറിയിലും ട്രെയിൻഡ് ആയിട്ടുള്ള ഒറ്റ സർജൻ ഉണ്ടാവും, അവർക്ക് ഇത് ചെയ്യാവുന്നതാണ്. പക്ഷേ അമേരിക്കയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2 ടീമായിട്ടാണ് അത് ചെയ്യുന്നത്. ക്യാൻസർ സർജൻ ഉണ്ടാവും, പ്ലാസ്റ്റിക് സർജൻ ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ചികിത്സ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നമ്മുടെ ക്യാൻസർ സർജനും പ്ലാസ്റ്റിക് സർജനും സെപ്പറേറ്റ് ആണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല, ഇപ്പോൾ നമ്മുടെ മൗലാന ബ്രസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒറ്റ
ആളാണ് അത് രണ്ടും കൂടി ചെയ്യുന്നത്, ഓങ്കോപ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ബെനിഫിറ്റ് കൂടുതലല്ലേ ചെയ്യുക? ഒരേ ആള് രണ്ടും ചെയ്യുമ്പോൾ അവിടെ ബെനിഫിറ്റ് വേണോ ചെയ്യുക? അത് അല്പം വിവാദപരമായ ചോദ്യമാണ്. കാരണം രണ്ട് രീതിയിൽ ഇത് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഒരാൾ ചെയ്താലും രണ്ടാൾ ചെയ്താലും. എന്തായാലും രേണുവിനോട് ഒരു കാര്യമേ പറയുള്ളൂ, ഈ ഒരു അവസ്ഥയിൽ ഇരിക്കുമ്പോഴെങ്കിലും മാക്സിമം നെഗറ്റിവിറ്റികൾ സൃഷ്ടിക്കാതിരിക്കുക. കാരണം ഞാൻ കാണുന്നുണ്ട്, നിങ്ങൾക്ക് നല്ലതാണ് എന്ന് പറഞ്ഞ് കമന്റ് ചെയ്ത ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളെ ആ രോഗാവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കിന് വീഡിയോ ചെയ്യരുത് എന്ന് പറയുന്ന പല വ്യക്തികൾ വരെ വീണ്ടും വന്നിട്ട് നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, ആ കയ്യിൽ നിന്ന് പോകുന്ന കാര്യങ്ങൾ മാക്സിമം ഒഴിവാക്കുക. അത് രേണുവിനെ ഓർത്തിട്ട് മാത്രമല്ല, രേണുവിൻ്റെ കുട്ടികളെ, വീട്ടുകാരെ, ചേച്ചിയൊക്കെ നോക്കുക എന്ന് പറയുന്നില്ലേ, അവരെ ഓർത്തിട്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ ചെറിയൊരു മാറ്റം കൊണ്ടുപോകുക. പോസിറ്റീവായിട്ട് നിങ്ങൾ ചെയ്തോ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അല്ലാതെ ഈ സ്ക്രീൻഷോട്ട് എടുത്ത് ഷെയർ ചെയ്ത് ഇങ്ങനെയുള്ള പരിപാടികൾ നിർത്ത്. ആ ഡോക്ടർ എന്താണ് പറയുന്നത് വെച്ചാൽ, ആ ഡോക്ടർ ട്രീറ്റ്മെൻറ്റ് ഭാഗമായിട്ട് പറയുന്ന പല കാര്യങ്ങളില്ലേ, ആ കാര്യങ്ങളൊക്കെ ഒന്ന് അനുസരിക്കും. രോഗം മാറണമെന്ന് രോഗിയും കൂടെ വിചാരിക്കണ്ടേ, അല്ലാതെ ഡോക്ടറും വീട്ടുകാരും ചേച്ചിയും മാത്രം വിചാരിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. എന്താണെന്ന് വെച്ചാൽ അത് നോക്കി ചെയ്യും. അപ്പം ശരി.